അക്ബർ കക്കട്ടിലിൻ്റെ കുഞ്ഞിരാമൻ മാഷെ കാണാനില്ല എന്ന കഥയുടെ മൂന്നാം ഭാഗം. അവതരണം AP അക്ഷയകുമാർ. ആ ലിസ്റ്റിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടതെൻ്റെ ഭഗവാനെ? ഹെഡ് മിസ്സസ് ഭഗവാനെ വിളിക്കുന്നത് കേട്ട് മനസ്സിൽ തോന്നി ഒടുക്കത്തെ ലിസ്റ്റ്. ഞങ്ങൾക്കിറങ്ങേണ്ട വഴിയിലാണ് ജമീല ടീച്ചറുടെ ക്ലാസ്. അനന്തൻ മാഷുടെയും ജമീല ടീച്ചറുടെയും കണ്ണുകൾ ഇടയുന്നത് ഞാൻ കണ്ടു. അനന്തൻ ഊണ് കഴിക്കും പോലെ എന്തോ ആംഗ്യം കാട്ടി. എനിക്ക് മനസ്സിലായി, ഡൈനിങ് റൂമിലുള്ള ചോറ്റുപാത്രം ശ്രദ്ധിക്കണമെന്നാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു വരാനുള്ള ദൂരമേ വീട്ടിലേക്കുള്ളൂവെങ്കിലും ജമീല ടീച്ചറോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സുഖത്തിന് അവനിപ്പോൾ ഊണ് കൊണ്ടുവരാറാണ്. സർ, പിന്നിൽ നിന്ന് ആരോ വിളിച്ചു. കിഴക്കേ ഹാളിൻ്റെ കീ തരാൻ പറഞ്ഞു. ബാലകൃഷ്ണൻ നായരോട് പ്യൂൺ രാമേട്ടനാണ്. ഗവൺമെൻറ് തൊട്ടടുത്തെല്ലാം ഉദാരമായി സ്കൂളുകൾ കൊടുത്ത് മഹത്തായ പുരോഗതി കൈവരിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്കൂളിലെ കുറേ കുട്ടികളെയും മാഷന്മാരെയും ആ പുതിയ സ്കൂളുകൾ വിഴുങ്ങിയതിനാൽ പഴയ ഐശ്വര്യത്തിൻ്റെ സ്മാരകമെന്നോണം ഗ്രൗണ്ടിനപ്പുറം എല്ലാ തിരക്കുകളിൽ നിന്നും അകന്നു കിടക്കുന്ന കിഴക്കേ ഹാൾ സ്ഥിരമായി അടച്ചിട്ടിരിക്കുകയാണ്. കുഞ്ഞിരാമൻ മാഷ് അതിലൊളിച്ചിരിക്കുന്നുണ്ടോ നോക്കാനാ? ബാലകൃഷ്ണൻ നായർ രാമേട്ടനെ ദഹിപ്പിക്കാൻ ഒരു നോട്ടം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ അയാൾ തിരിച്ചുപോയി. ആ കീ എവിടാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ എപ്പോഴോ അതിൽ നിന്ന് ബെഞ്ചെടുപ്പിക്കാൻ ഏതോ മാഷ് വാങ്ങിയിരുന്നു. അദ്ദേഹം നടത്തത്തിനിടയിൽ തന്നെത്താൻ പറഞ്ഞു. അപ്പോൾ എതിരെ നിന്നതാ വേലായുധൻ മാഷ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡറാണ്. അധിക ദിവസവും ലീവിലായിരിക്കും. ഇന്നെന്തോ ഭാഗ്യത്തിന് വന്നതാണ്. ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. മാഷുള്ളത് എന്തിനും ഒരു ധൈര്യമാണ്. കുഞ്ഞിരാമൻ മാഷ് വേലായുധൻ മാഷുമായി ഒരിക്കൽ തെറ്റുകയുണ്ടായി. ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിവന്ന ഒരു DO ആ ഹുങ്കിൽ സ്കൂളുകളിൽ കയറി മാഷന്മാരുടെ മേൽ പവർ കാണിക്കുന്നു. പലരെയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്ത് വലിയവനാകുന്നു. DO വന്ന അന്നും വേലായുധൻ മാഷ് ടീച്ചിങ് നോട്ട് എഴുതുകയോ കോമ്പോസിഷൻ നോക്കുകയോ ചെയ്തിരുന്നില്ല. മാക്സിമം വന്നാൽ ഓനെന്നെ സസ്പെൻഡ് ചെയ്യല്ലേ ഉണ്ടാവും. ഓനെ ഡിസ്മിസ് ചെയ്യിക്കാനുള്ള ആൾ എൻ്റെ അടുത്തുണ്ട്, മാഷ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരാവേശം. വേറൊരു DO ആണെങ്കിലും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയുക? മാഷന്മാർക്ക് പൊളിറ്റിക്സ് പാടില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല. കുഞ്ഞിരാമൻ മാഷാണത് പറഞ്ഞത്. അത് കേട്ട് വേലായുധൻ മാഷ് ചിരിക്കുകയേ ചെയ്തുള്ളൂ. കുഞ്ഞിരാമൻ മാഷ് എന്തു പറഞ്ഞാലും ആർക്കും വെറുപ്പ് തോന്നില്ല. മാഷെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോൾ വേലായുധൻ മാഷും വിസ്മയിച്ചു പോയി. അദ്ദേഹവും ഞങ്ങളോടൊപ്പം കൂടി. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കുകയാണ്. ആദ്യം കുഞ്ഞിരാമൻ മാഷുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിക്കാം. എവിടെയൊക്കെ അന്വേഷിക്കണമെന്ന് അവിടെ നിന്ന് ഒരു രൂപമുണ്ടാക്കാം. ഞാനൊരു സിഗരറ്റിൽ തീ കൊളുത്തുമ്പോഴായിരുന്നു സോമൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തിയതും വേലായുധൻ മാഷോട് ഇങ്ങനെ ചോദിച്ചതും. കുഞ്ഞിരാമൻ മാഷെ കാണാനില്ലെന്ന് കേട്ടത് ശരിയാണോ? സോമൻ ഞങ്ങളുടെ ഗ്രാമത്തിലെ റൗഡിയാണ്. കുടിക്കാതെ സോമനെ കാണുക പതിവില്ല. ഭാഗ്യത്തിന് ഇപ്പോൾ കുടിച്ചിട്ടില്ല. അതെ, മറുപടി കൊടുത്തത് ബാലകൃഷ്ണൻ നായരാണ്. എൻ്റെ സാറേ, സോമൻ കരയാൻ തുടങ്ങി. ഇന്നലെ എനിക്കൊരബദ്ധം പറ്റി. കുടിച്ചില്ലെങ്കിൽ സോമൻ നല്ലവനാണ്. ഞങ്ങൾ ജിജ്ഞാസയോടെ ചെവി കൂർപ്പിച്ചു. മാഷയുടെ വീട്ടിലേക്ക് തിരിയുന്നിടത്ത് ഒരരയാലില്ലേ? രാത്രി നേരത്ത് മാഷ് അവിടെ ഒറ്റയ്ക്കിരിക്കുക. ഞാനപ്പോൾ അതുവഴി വരികയായിരുന്നു. മാഷെ കണ്ടപ്പോൾ ഒരു 2 രൂപ ചോദിച്ചു. എന്തിനാ? കുടിക്കാനല്ലേ, തരില്ലെന്ന് മാഷ് പറഞ്ഞു. സോമൻ കരഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണ്. ഞാൻ നല്ല മൂഡിലായിരുന്നു. നിങ്ങളുടെ ഗാന്ധിൻ്റെ മോൻ കള്ളു കുടിച്ചിട്ടില്ലേ? അത് നിർത്താൻ ഗാന്ധിക്കായോ? പിന്നല്ലേ നിങ്ങൾ എൻ്റെ കുടി നിർത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എന്തെല്ലാമോ ചീത്ത പറഞ്ഞുപോയി. 1 മുതൽ 100 വരെ തെറ്റാതെ എണ്ണാനും കൂടി ഇന്നെനിക്കറിയില്ല.
നീയൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത്. ഒരു പണിയും എടുക്കാതെ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ എന്താടാ 2 രൂപ തന്നാൽ എന്നെല്ലാം ഞാൻ. മാഷ് എണീറ്റ് ഒന്നും മിണ്ടാതെ നടന്നു. എങ്ങോട്ട്? ഒരു തുമ്പ് കിട്ടിയ പോലെ വേലായുധൻ മാഷ് ചോദിച്ചു. ഇങ്ങോട്ടാ നടക്കണ കണ്ടത്. ഞങ്ങളുടെ വിഷമം ഇരട്ടിക്കുകയായിരുന്നു. ഇന്നലെ ഒരു ദുസ്സഹമായ അനുഭവത്തിന് ശേഷമാണ് കുഞ്ഞിരാമൻ മാഷ് സ്കൂളിൽ നിന്ന് പോന്നത്. അതിനുശേഷമാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ സോമൻ്റെ കടന്നാക്രമണം. ദൈവമേ, എല്ലാം കൂടി കുഞ്ഞിരാമൻ മാഷ് എന്തായിട്ടുണ്ടാകും? സോമനെ ഒരുവിധം പറഞ്ഞയച്ചു. ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ പിന്നെ എവിടെ? കുഞ്ഞിരാമൻ മാഷെ പറ്റിയുള്ള ഞങ്ങളുടെ എല്ലാ അന്വേഷണവും വിഫലമായി. ഇനി ഒരിടത്തും തിരയാനില്ല. തിരച്ചിൽ സ്തംഭനാവസ്ഥയിലെത്തിയതോടൊപ്പം അജ്ഞാതമായ ഒരു ഭീതി ഞങ്ങളെയെല്ലാം വലയം ചെയ്തു. ഇനി ഒന്നേയുള്ളൂ വഴി: പോലീസ് സ്റ്റേഷനിൽ പറയുക. കഷ്ടകാലത്തിന് പുതിയ SIയെ വേലായുധൻ മാഷ് പരിചയപ്പെട്ടിട്ടില്ല. അല്ലെങ്കിലും വേലായുധൻ മാഷ് മാത്രം പോരാ, മറ്റതും വേണം. അനന്തൻ മാഷ് തുറന്നു പറഞ്ഞു. വേണ്ടി വന്നാൽ നമുക്ക് അസോസിയേഷൻ ഫണ്ട് ഉണ്ടല്ലോ, ഞാൻ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ വരീനടോ. ചിരിച്ചുകൊണ്ട് വേലായുധൻ മാഷ് ധൈര്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. കുഞ്ഞിരാമൻ മാഷുടെ മകൻ ദിവാകരനെയും കൂടെ കൂട്ടിയിരുന്നു. വഴിക്ക് വെച്ചറിഞ്ഞു ഒരു രാഷ്ട്രീയ കേസ് അന്വേഷണത്തിന് ASP ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന്. മൂപ്പര് നല്ല ആളാ. വേലായുധൻ മാഷയ്ക്ക് പരിചയമുണ്ട്. ആദ്യം അദ്ദേഹത്തെ കാണാം. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ആവുന്നതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് സ്കൂളിൽ ഹെഡ് മിസ്സസും സഹപ്രവർത്തകരും സ്റ്റാഫ് റൂമിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. എത്ര ലേറ്റായാലും അവിടെ എത്തുമെന്ന് ഒരാളോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ദിവാകരനെ വീട്ടിലയച്ച് ഞങ്ങൾ സ്കൂളിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അവിടെ ആരുമില്ല. പ്രതീക്ഷിച്ചതിലും ലേറ്റായപ്പോൾ എല്ലാവരും പോയിരിക്കും. നിലാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്കൂളിലെ കിഴക്കേ ഹാളിൽ നിന്ന് പെട്ടെന്നാണ് ഞങ്ങൾ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. കാതോർത്ത് നോക്കി. ആരോ സംസാരിക്കുന്നതല്ലേ? ആരായിരിക്കും? എന്തായിരിക്കും അവിടെ? ഞങ്ങൾ ഗ്രൗണ്ടിനപ്പുറത്തുള്ള കിഴക്കേ ഹാളിലേക്ക് കുതിച്ചു. ശബ്ദം കൂടുതൽ കൂടുതൽ ഉച്ചത്തിലാവുകയായിരുന്നു. എവിടെയോ കേട്ടു പരിചയമുള്ള ശബ്ദം പോലെ. ചാരിയ വാതിൽ തള്ളി തുറന്ന് അനന്തൻ മാഷ് ലൈറ്റിട്ടു. അപ്പോൾ കണ്ട ആ കാഴ്ച! അത്ഭുതം കൊണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. കുഞ്ഞിരാമൻ മാഷ് ബോർഡിൽ എന്തെല്ലാമോ എഴുതിക്കൊണ്ട് മാഷ് ക്ലാസ് എടുക്കുകയാണ്. മുന്നിൽ ഒഴിഞ്ഞ ബെഞ്ചുകളും ഡെസ്കുകളും മാത്രം.